ന്യൂസ് കിച്ചൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഭയങ്കര മഴയാണ്, അത് കാരണം സൗണ്ട് ശരി കുറച്ച് കുറയുമായിരിക്കും, എന്നാലും ശ്രമിക്കാം. പിന്നെ അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു വെണ്ടയ്ക്ക തീയലാണ്. അപ്പോൾ അതിനാണ് നമുക്ക് തേങ്ങ 1 കിലോ വെണ്ടയ്ക്ക കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഈ സൈസിൽ നുറുക്കിയിട്ടുണ്ട്. നമുക്ക് അതിനാവശ്യമായ ഉള്ളി ഒരു 10-30 ഉള്ളി ഞാൻ എനിക്ക് ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് തേങ്ങ നമുക്ക് വറുക്കാനുണ്ട്. ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് നല്ലപോലെ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടിയും ചേർക്കാം. ആദ്യം ഒരു 1-2 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ഇളക്കി നോക്കട്ടെ. അപ്പോൾ തേങ്ങയെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ചട്ടിക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്ക വറുത്തെടുക്കാനാണ്. ഞാൻ വഴറ്റിയെടുക്കാറില്ല, വറുത്താണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പ് മാറി കിട്ടാൻ വേണ്ടി ഞാൻ വറുത്താണ് എടുക്കുന്നത്. എങ്ങനെയാണ് വെണ്ടയ്ക്ക മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇത് ഒത്തിരി എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല. നമ്മളൊന്ന് വറുത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഉള്ളിയും കൂടെ നമുക്കിത് ബാക്കി വഴറ്റിയെടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടുണ്ട്, എല്ലാം പാകത്തിനുണ്ട്. നമുക്കിത് ഈ ഉള്ളി കിടന്നൊന്ന് ഇതിനകത്തോടെ ഒന്ന് തിളച്ച് വരട്ടെ. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലോട്ടൊരു നെല്ലിക്ക വലിപ്പമുള്ള പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഉള്ളിയെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കടുകൊന്ന് പൊട്ടിക്കാം. ആദ്യം കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതായിട്ട് അരപ്പിനകത്ത് ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെണ്ടയ്ക്കയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും എല്ലാം നല്ലപോലെ അരപ്പുമായിട്ട് ഇതിനകത്തിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സേവിങ് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക തീയൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ്.